നമസ്കാരം. ജോലിക്ക് കയറാൻ വന്നതാ. ജോലിക്ക് കയറാൻ തോന്നിയ സമയത്താണോ വരുന്നത്? ഇന്ന സമയത്ത് വരണമെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇയാളെ മുന്നിൽ നിർത്തി കാര്യങ്ങൾ കൊണ്ടുപോയാൽ ഇവളെ ഓടിക്കാൻ പറ്റും. ആദ്യ ദിവസമായതുകൊണ്ട് ക്ഷമിക്കുന്നു. പിന്നെ ദേവികയുടെ അച്ഛനല്ലേ, ആ പരിഗണന തരണമല്ലോ. ഇനി ഒരിക്കലും വൈകില്ല. വൈകരുത്. അകത്തേക്ക് വരൂ. ജോലിയുടെ സ്വഭാവം രീതികളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ മാധവൻ ഒരു ജോലി വേണമല്ലേ? അതെ. അല്ല, ഈ പ്രായത്തിലൊക്കെ ജോലി അന്വേഷിക്കാന്ന് വെച്ചാ നിങ്ങൾ നോക്കാൻ കുടുംബത്തിലാരുമില്ലേ? അതോ ഇനി വരുമാനമില്ലാത്ത അത്തപ്പാടികളാണോ? ആഹാരത്തിനൊക്കെ ബുദ്ധിമുട്ടാവും വീട്ടിൽ. ആന്റി, എന്നെ വേദനിപ്പിക്കാനല്ലേ ആന്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അച്ഛാ, എന്തിനാ ഇതൊക്കെ കേട്ട് നിൽക്കുന്നേ? ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും അല്ല ഈ ചോദ്യങ്ങൾ. ഒരു നിയമനം നടത്തുമ്പോ ആ ഇന്റർവ്യൂവിന് ചില രീതികളൊക്കെ ഉണ്ട്. കുടുംബകാര്യങ്ങളും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ അന്വേഷിക്കും. മാധവൻ എന്റെ രീതികൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണെങ്കിൽ തിരിച്ചു പോവാം. അല്ല, ദേവിക അറിയാതെ പറഞ്ഞു പോയതാ. എന്നോട് എന്തു വേണമെങ്കിലും ചോദിക്കാം. മോൾ അകത്തേക്ക് പോക്കോ. പ്രഭാവതി ചോദിച്ചോളൂ. എന്താ? പ്രഭാവതി ചോദിക്കാനോ? മാഡം, അങ്ങനെ വേണം വിളിക്കാൻ. എന്റെ ജോലിക്കാർ അതിന് ആരായാലും എന്നെ മാഡം എന്നെ വിളിക്കൂ. അങ്ങനെ വിളിക്കാവൂ. ശരി മാഡം. മാഡം എന്ന് വിളിച്ചത് ക്ലിയർ ആയില്ല. ഒന്നുകൂടി പറയണം, കുറച്ച്. ശരി മാഡം. കൃത്യസമയത്ത് ജോലിക്ക് വരണം. ഒരു മിനിറ്റെങ്കിലും താമസിച്ച ജോലിന്ന് പറഞ്ഞുവിടും. പിന്നെ ജോലിക്കിടയിൽ സംസാരവും കൊച്ചു വർത്താനവും ഒന്നും പാടില്ല. ശരി മാഡം. ശമ്പളം കൃത്യം 1-ാം തീയതി തന്നെ കയ്യിലെത്തും. ഞാൻ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. വീട്ടില് കഷ്ടപ്പാടാണോ? ചെറുതായിട്ട്. മക്കള് തലതിരിഞ്ഞു പോയിട്ടുണ്ടാവാം. അയ്യോ, വീട്ടുകാര്യങ്ങളൊന്നും നോക്കുന്നുണ്ടാവില്ല. അതാ വയസ്സാം കാലത്ത് പണിക്കിറങ്ങേണ്ടി വന്നത്. അയ്യോ, മക്കളൊക്കെ നല്ല സ്നേഹമുള്ളവരാ. ചില സാഹചര്യങ്ങൾ കാരണം ഇങ്ങനെ പണിക്കിറങ്ങേണ്ടി വന്നതാ. അപ്പൊ ശരി, ഇന്ന് തന്നെ ജോലിക്ക് കയറിക്കോ. ജോലി തുടങ്ങിക്കോ. അല്ല, ഞാൻ കമ്പനി ചെന്ന് മാനേജറെ കണ്ടാൽ മതിയോ? കമ്പനിയിലോ? മാധവൻ കമ്പനിയിലേക്ക് എന്തിനാ പോകുന്നത്? അല്ല, ജോലി കമ്പനി. കമ്പനിയിലാണ് നിങ്ങളുടെ ജോലിയെന്ന് ആര് പറഞ്ഞു? നിങ്ങളെ ഇവിടെ വീട്ടുജോലിക്കാ നിയമിച്ചത്. അച്ഛനെ വീട്ടുജോലിക്ക് നിയമിച്ചെന്നോ? എനിക്ക് മനസ്സിലായില്ല മാഡം. വീട്ടുജോലിക്കും ഇവിടെ ഒരു സ്റ്റാഫ് വേണം. വീട്ടുജോലി എന്ന് പറയുമ്പോ സെക്യൂരിറ്റി ജോലി. സെക്യൂരിറ്റി ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇയാൾ ഈ ജോലി സ്വീകരിക്കില്ല, ഉപേക്ഷിച്ചു പോയിക്കോളും. അച്ഛാ, വേണ്ട.
എന്നെ കൊണ്ട് ഈ ജോലി പറ്റില്ല. ഞാൻ താമസിക്കുന്ന വീടിന്റെ സെക്യൂരിറ്റിയായി എന്റെ അച്ഛൻ. വേണ്ട അച്ഛാ, എനിക്കത് സഹിക്കാൻ പറ്റില്ല.